വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭത്തിൽ വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമുക്ക് തന്ന വചനത്തിനായിട്ട് ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ച് 37-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, but in all these things we overwhelmingly conquer. ചില ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് we are more than conquerors through him who loved us. ആ ഭാഗം വളരെ പ്രധാനമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞിരിക്കുന്ന വേർഡ്, 2-3 വേർഡുകൾ മനസ്സിൽ ചിന്തിക്കുക. ഇൻ ഓൾ ദീസ് തിങ്സ്, ഇതിൽ ഒക്കെയും. നമ്മൾ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നത്? വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. മലയാളത്തിൽ പൂർണ്ണ ജയം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് വേർഡ് ഇച്ചിരി കൂടെ ഗൗരവമേറിയതാണ്. എല്ലാവരും എൻ്റെ കൂടെ കേട്ടു പോരണം. ഉറങ്ങാൻ പറ്റിയ ഒരു സന്ദേശമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഉറക്കം വരുന്നവരെല്ലാം ഒരുമിച്ച് സ്തോത്രമൊക്കെ പറഞ്ഞ് ധൈര്യമായിട്ട് നിന്നോണം. അപ്പൊ കേൾക്കുക, അവിടെ പറഞ്ഞിരിക്കുന്ന വേർഡ് വി ആർ മോർ ദാൻ കോൺകറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഓലപ്പന്ത് കളിയുടെ കാര്യമല്ല ഈ പറഞ്ഞ്. നിങ്ങൾ ആരെങ്കിലും ഈ കൊച്ചിലൊക്കെ നമ്മൾ കളിക്കുന്ന കളിയാണ് എന്താ, ഗോലി കളി, പിന്നെന്താ ഓലപ്പന്ത് കളി. ഈ കളിയെല്ലാം കളിച്ചിട്ട് പറയുമോ ഐ കോൺകേർഡ് ഹിം എന്ന് പറയാറുണ്ടോ? ഒറ്റ കുഞ്ഞും പറയാറില്ല. നമ്മള് ഒരു എന്തുവാ ഈ കുഴിയൊക്കെ കളിച്ച് കബഡിയൊക്കെ കളിച്ച് എന്നിട്ട് നമ്മൾ പറയാറുണ്ടോ ഐ കോൺകേർഡ് ഹിം? ഇല്ല. നമ്മൾ മലയാളം ഈ വേർഡ് ഉപയോഗിക്കും, ഞങ്ങൾ ജയിച്ചെന്ന്, ഞങ്ങള് ജയിച്ചു എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ മലയാളം വേർഡ് ഒന്ന് തിരുത്തിയത്, ഇംഗ്ലീഷിലോട്ടൊന്ന് കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങള് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പൂർണ്ണ ജയം. നമുക്ക് ഒരുമിച്ച് പ്രസംഗിക്കാം, ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഞങ്ങൾ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. വി കോൺകേർഡ്. ആ വേർഡ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇത് ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് ഫീൽഡിൽ ഇറങ്ങിയവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റിയ വേർഡാണ് ഏത്? കോൺകേർഡ്. ഞങ്ങൾ പിടിച്ചടക്കിയെന്ന്. നമുക്കറിയാം, ഈ ക്രിക്കറ്റ് കളി കാണാനൊക്കെ എനിക്കും ഇഷ്ടമാണ്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് മൊത്തം കാണാറില്ല. എങ്കിലും പണ്ട് ഭയങ്കര ഹരമായിരുന്നു. ഈ ഹരത്തില് ക്രിക്കറ്റ് കളി ഇച്ചിരിയൊക്കെ അറിയാവുന്ന കക്ഷി പോലും ഗാലറിയിൽ ഇരുന്നോണ്ട് പറയും, എടാ ഇങ്ങോട്ടടിക്കടാ, ഏതാ ഇടത്തോട്ട് നോക്കി അടിക്കടാ, പുറകിൽ ഫീൽഡറില്ലടാ, പുറകോട്ടടിക്കടാ എന്നൊക്കെ കമന്റ് പറയും. പക്ഷേ ഈ ഫീൽഡിൽ നിൽക്കുന്ന കക്ഷി ഇതൊന്നും കേൾക്കുന്നില്ല. ഗാലറിയിൽ ഇരിക്കുന്ന കക്ഷി ഭയങ്കര കമന്ററിയാണ്. ഇവൻ ഇങ്ങനെ അടിച്ചിരുന്നെങ്കിൽ ജയിച്ചേനെ, അങ്ങനെ പോയിരുന്നെങ്കിൽ പോയനെ, ഇവന് നേരെ വീശി അടിച്ചിരുന്നെങ്കിൽ മറ്റവന്റെ തലയുടെ മണ്ട കൂടെ പോയി അത് 6 ആയനെ. ഇതൊക്കെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവൻ പറയും. പക്ഷെ ആ സമയത്തും വയർപ്പൊഴുക്കി മനസ്സിൽ ടെൻഷനോടെ സ്ട്രെസ്സോടെ ഈ കളി എന്തായി തീരുമെന്ന് അറിയാതെ അതിന്റെ റിസൾട്ട് എന്തായി തീരുമെന്നോ ഒരു വലിയ പോരാട്ടത്തിൽ നിൽക്കുന്ന ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ. അത് ആ ഫീൽഡിൽ നിൽക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെയാണെങ്കിൽ ഗ്യാലറിയിൽ ഇരുന്ന് കമന്റ് പറയുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഫീൽഡിൽ ഇറങ്ങി യുദ്ധം ചെയ്യുന്ന കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ തന്നെ ഈ ചർച്ച് ഓഫ് ഗോഡിന്റെ 102ാം കൺവെൻഷൻ ഇവിടെ നടക്കുക. കൺവെൻഷന്റെ ഇപ്പൊ ഈ ലൈവ് സ്ട്രീം നടക്കുമ്പോ തന്നെ എത്ര കമന്റുകൾ ഇതിനകത്ത് വന്ന് കാണുമെന്നറിയാം. ഷാജി പാസ്റ്റർ, യോ സൂപ്പർ പ്രസംഗം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ, എന്നിട്ട് പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ റജി പാസ്റ്ററെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഞാൻ ലീഡ് ചെയ്യുന്ന കൺവെൻഷനുകളിൽ പറയും, ഷാജി പാസ്റ്ററെ ഇതുകൂടെ ചെയ്തായിരുന്നേ കൊള്ളായിരുന്നു, ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്. നമുക്ക് ലീഡർഷിപ്പിന് എന്നെ ഇഷ്ടമാണെങ്കിൽ എല്ലാരും പറയും, ഷാജി പാസ്റ്റർ നടത്തിയ കൺവെൻഷൻ ഉണ്ടല്ലോ സൂപ്പർ കൺവെൻഷൻ ആയിരുന്നു. എന്നെ ഇഷ്ടമല്ലെങ്കിൽ പറയും, ഇതുപോലെ പരാജയം പിടിച്ച ഒരു കൺവെൻഷൻ വേറെ ഉണ്ടായിരുന്നു എന്ന് പറയും. പക്ഷെ ഈ പറയുന്ന കമന്റേറ്റേഴ്സ് എല്ലാം പറഞ്ഞു പോകത്തതേ ഉള്ളൂ. എന്നാൽ ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ പോലും ഇപ്പോഴും വേർപ്പൊഴിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമുണ്ട്. ഒടുവിൽ ഇത് ജയിപ്പിക്കണം, ഇത് കർത്താവേ ഇതിനൊരു ദോഷം വരരുതെന്ന് പറഞ്ഞ് ഒരു രാത്രി കഴിയുക മാത്രമല്ല, ഇതിന് മാസങ്ങൾക്ക് മുൻപിരുന്ന് മുഴങ്കാൽ മടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഓരോ രാത്രിയിലെയും കൺവെൻഷൻ കഴിയുമ്പോൾ റൂമിൽ ചെന്നിരുന്ന് വിയർത്ത് ദൈവത്തോട് നിലവിളിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കമന്ററി പറയുന്നവർ കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കും, ഫീൽഡിൽ നിൽക്കുന്നവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പൗലോസ് അപ്പോസ്തലൻ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? യു ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. ഞാനും നിങ്ങളും എവിടാണെന്നാ? യുദ്ധക്കളത്തിലാണ്, യുദ്ധമുഖത്താണ്. യുദ്ധമുഖത്തുള്ളവർ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? കോൺകർ ചെയ്യണം, പിടിച്ചടക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, പിടിച്ചടക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്റെ പ്രസംഗത്തിലോട്ടൊന്ന് കയറാനുള്ള മുഖവരയാണ്. പിടിച്ചടക്കാൻ നമുക്ക് പറ്റുന്നില്ല, നമുക്ക് കഴിവില്ല. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയോട് യുദ്ധം ചെയ്യാന്ന് കൂട്ടിക്കോളൂ. അല്ലെ പോട്ടെ, ഇന്ത്യ വിട്, ബംഗ്ലാദേശ് എന്തുവാ അമേരിക്കയോട് യുദ്ധത്തിനിറങ്ങുകയാണ്. യുദ്ധത്തിനിറങ്ങുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പൊ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ ഇറങ്ങുന്നത്. പക്ഷെ ബംഗ്ലാദേശിനും അറിയാം, അമേരിക്കയോട് യുദ്ധം ചെയ്യണമെങ്കിൽ തങ്ങൾക്ക് ബലമില്ല, തങ്ങൾക്ക് ആയുധശേഷിയില്ല, തങ്ങൾക്ക് അതിനൊരു കഴിവില്ല. അതുകൊണ്ട് ചെയ്യുന്ന കാര്യം, തങ്ങളുടെ ശത്രു രാജ്യത്തെക്കാൾ ശക്തനായ ഒരുത്തനെ കയറി പിടിക്കും. അല്ല മനസ്സിലായി പറഞ്ഞേ? ശത്രു രാജ്യത്തെക്കാൾ ശക്തനായ ഒരുത്തനെ പിടിച്ചെങ്കിൽ മാത്രമേ അവന് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ജയത്തിന്റെ സർവ ക്രെഡിറ്റും പോകുന്നത് ഈ ബലഹീനമായ രാജ്യത്തിനല്ല, അവന്റെ കൂടെ നിന്ന് യുദ്ധത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പടപൊരുതിയ ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിനാണ് സകല ക്രെഡിറ്റും പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വിളിച്ചു പറയുന്നു, പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രു, ഞങ്ങൾ ഈ ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ, ശത്രുവിനെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾക്ക് ജയം നൽകി തരുന്നത് ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ PhD കൊണ്ടല്ല, ഞങ്ങളുടെ സമ്പത്ത് കൊണ്ടല്ല, ഞങ്ങളുടെ ലീഡർഷിപ്പിന്റെ വൈഭവം കൊണ്ടല്ല, ഞങ്ങൾക്കറിയാവുന്ന അന്യഭാഷ കൊണ്ടല്ല. പകരം ഞങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ജയം വരിച്ച ഒരുത്തനുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, യേശു ക്രിസ്തു മൂലം. സന്തോഷമുണ്ടോ? സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തു മൂലം. സഭ ഒരുമിച്ചൊന്ന് പറയട്ടെ, യേശു ക്രിസ്തു മൂലം. യേശു ക്രിസ്തു മൂലം സാത്താൻ പേടിക്കുന്ന, ഇന്നും പേടിക്കുന്ന, ഇന്നും വിറയ്ക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, ഈ പിശാചിനെയൊക്കെ ഭൂതത്തെയൊക്കെ ശാസിക്കുന്ന, ഞാന് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ ഞാനൊരു പാസ്നേജിൽ വളർന്നവനാണ്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഒക്കെ അങ്ങനെയാണ്. പാസ്നേജിൽ വളർന്ന രസത്തിൽ ചില ചർച്ചകളിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങളൊക്കെ കഴിച്ചതിനേക്കാൾ ബിരിയാണി കൂടുതൽ കഴിച്ചവരാണ്. ബിരിയാണി കൂടുതൽ. ബിരിയാണി അറിയാമല്ലോ അല്ലേ? ബിരിയാണി അറിയാം. ഞായറാഴ്ച ആരാധന കഴിയുമ്പോ ഒരമ്മച്ചി കൊണ്ടിട്ട പുഴുക്കലരി, വേറെ ഒരമ്മച്ചി കൊണ്ടിട്ട ചുമന്നരി,
വേറൊരമ്മച്ചി കൊണ്ടിട്ട പച്ചേരി. ഇതെല്ലാം ആരാധന കഴിയുമ്പോൾ പേപ്പർ പൊളിച്ച് ഒരു ഡബയ്ക്കകത്തിട്ട്, കളറുള്ള ചോറിനല്ലേ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഡബയ്ക്കകത്തൊക്കെ ഇട്ട് അതിന്റെ ഒന്നാം തരം റൈസ്, ചോറ്, ചാവല് കഴിച്ച ശരീരമായത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞേ. അതിന്റെ കൂട്ടത്തിൽ ബിരിയാണിയുടെ ശക്തി ലഭിക്കാൻ ഒരു മുട്ടയും കൂടെ. അന്നത്തെ സ്വത്രാഴ്ച സാധനമല്ലേ ഈ മുട്ട. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചങ്ങോട്ട് നിന്ന എന്തൊരു ബലമാണെന്നറിയാമോ? അന്ന് പട്ടിണിക്ക് കിടക്കുന്ന സമയം, ആ മാതാപിതാക്കൾ കഷ്ടതയുടെ നടുവിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന സമയം, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പാസ്റ്റേജുകളിൽ ഭൂതം ബാധിച്ചവരെ കൊണ്ടിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മച്ചിക്ക് അങ്ങനെ ഒരു കൃപയും കൂടെ ഉണ്ടായിരുന്നു. കൃപയും കൂടെ ഉണ്ടായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തുണ്ടല്ലോ, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അന്നേരം മറുപടിയാ. ഒരിക്കൽ ഒരു ഭൂതത്തോട് ചോദിക്കുന്ന കേട്ടു, ഞങ്ങൾ ആരാണെന്നറിയാമോ? ഉടനെ ഈ ഭൂതം ബാധിച്ച സ്ത്രീ വിളിച്ചു പറയുക, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് എനിക്കറിയാവുന്ന. ഇന്ന് രാത്രി മനസ്സിലായോ? നീ പ്രാർത്ഥിക്കുമ്പോ ഭൂതം വിട്ടു പോകുന്നത് നിന്റെ അലർച്ചയുടെ ശബ്ദം കേട്ടോണ്ടല്ല, നീ പറയുന്ന ശബ്ദത്തിന്റെ വലിപ്പം കൊണ്ടല്ല. കാരണം നിന്നേക്കാൾ വളരെ വലിയ ശബ്ദത്തിൽ അലറാൻ അവന് കഴിയും. നീ പറയുന്ന ശബ്ദത്തിന്റെ വലിപ്പം കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ അല്ല ഭൂതം വിട്ടു പോകുന്നത്. പക്ഷെങ്കിൽ അവൻ അറിയാം, ഈ ബലഹീനനാകുന്ന, ഈ ഞരന്ത് പോലെ നിൽക്കുന്ന സഹോദരനും സഹോദരിയും കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. യേശുവിന്റെ നാമത്തിന് നേരെ നിൽക്കുവാൻ എനിക്ക് സാധിക്കില്ലെന്ന് തിരിച്ചറിയുന്ന പിശാച് അലറി ഓടുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവ പൈതലേ, ഏത് പിശാചും വിറയ്ക്കുന്ന നാമം IPCയുടെ നാമമല്ല, ചർച്ച് ഓഫ് ഗോഡിന്റെ നാമമല്ല, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നാമമല്ല, നമ്മുടെ പൊസിഷൻ അല്ല. പകരം സർവശത്രുവും പരാജയപ്പെട്ട് തുന്നം പാടുന്ന ഏക നാമം അത് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. എന്റെ കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുക. ആ നാമം എന്റെ നാവിന്മേൽ എടുക്കാൻ എനിക്ക് അധികാരം ലഭിച്ചതോർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ പുണ്യ നാമം എന്റെ നാവിന്മേൽ എടുക്കാൻ, ഈ ശക്തിയുള്ള നാമം എന്റെ നാവിന്മേൽ എടുക്കാൻ എന്നെ തിരഞ്ഞെടുത്ത കർത്താവേ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കുക. കർത്താവിന്റെ ദാസനെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന കോൺകറേഴ്സ്, ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്ന ശത്രുക്കളെ പറ്റി ഒരു കാര്യം കർത്താവിന്റെ ഉള്ളൊരു ദാസൻ പാസ്റ്റർ വൈ റജി ഇവിടെ ഓർപ്പിച്ചു. ആ വാക്യത്തിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് അതാണ്. എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷേഴ്സ്, അകത്തു നിന്നും പുറത്തും ഉണ്ടാകുന്ന പ്രഷർ, സ്ട്രെസ്, പ്രതികൂലം, ഉപദ്രവം, കഷ്ടത, പട്ടിണി, നഗ്നത, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. എന്നാൽ 8-ാം അധ്യായത്തിന്റെ ഒരു ബ്രോഡർ കോണ്ടെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ, സാത്താനെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയ ശേഷവും അന്നത്തെ പൗലോസിന്റെ കാലത്ത് സഭയോട് പോരാടിക്കൊണ്ടിരുന്ന കുറെ ശത്രുക്കളുണ്ട്. അതിൽ ചിലത് ഓർപ്പിച്ച് വേഗത്തിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുക. സമയം അനുവദിക്കുമെങ്കിൽ നമ്മളെ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തിട്ടേ അവസാനിപ്പിക്കത്തുള്ളൂ. അവിടെ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ എൻ്റെ കൂടെ പോരണം. അത് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒത്തിരി ശത്രുക്കൾ 8-ാം അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ, 1 ന്യായപ്രമാണമാണ്, 2 പാപമാണ്, 3 ജഡമാണ്, 4 മരണമാണ്, 5 ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ സർക്കംസ്റ്റാൻസസ്, നെഗറ്റീവ് സർക്കംസ്റ്റാൻസസ്, നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ. ഇതിൽ 1-2 കാര്യങ്ങൾ പറയുമ്പോൾ സമയം തീരും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതിൽ 1 ദ ലോ, ന്യായപ്രമാണം. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കാലത്ത് നമ്മൾ ചിന്തിക്കും, ഇന്ന് ന്യായപ്രമാണം സഭയോട് പറഞ്ഞാൽ വലിയ റെലവൻസ് ഉള്ളതുപോലെ തോന്നുന്നില്ല. എന്നാൽ പൗലോസിന്റെ കാലത്ത് വളരെ റെലവന്റ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ഈ ന്യായപ്രമാണം അശുദ്ധമല്ല,
ന്യായപ്രമാണം പാപമല്ല. വാക്യങ്ങൾ വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല. 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം ഹോളിയാണ്. ഹോളിയാകാൻ കാരണം ഈ ന്യായപ്രമാണം ആരിൽ നിന്ന് വന്നതാണ്? ദൈവത്തിൽ നിന്ന് വന്നതാണ്. ദൈവത്തിൽ നിന്ന് വന്ന ന്യായപ്രമാണം. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണം ഹോളി, വിശുദ്ധമാണ്. എന്നാൽ ഈ ന്യായപ്രമാണത്തിന്റെ സ്ഥിതി എങ്ങനെയായിരുന്നെന്നറിയാമോ? രോഗം ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാൻ അറിയാത്ത ഡോക്ടറെ പോലായിരുന്നു. എല്ലാം പിടികിട്ടിയ പറഞ്ഞേ. രോഗം ഡയഗ്നോസ് ചെയ്തു. ഈ രോഗം എന്താ? ഒരു ഡോക്ടർ ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഈ രോഗം ക്യാൻസർ ആണ്. പക്ഷെ പുള്ളി കണ്ണും അന്താളിച്ച് നിൽക്കുക. ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റും? എനിക്കതിന് കഴിവില്ല. ഈ പറഞ്ഞ പരുവത്തിലായിരുന്നു ന്യായപ്രമാണം നിന്നത്. ന്യായപ്രമാണം പറഞ്ഞു, നിങ്ങളുടെ എല്ലാത്തിന്റെയും പ്രശ്നത്തിന്റെ കാര്യം പാപമാണ്. നിങ്ങൾ ഈ ന്യായപ്രമാണം അനുസരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം, നിങ്ങൾക്ക് കർത്താവിന്റെ മക്കളായി തീരാം. പക്ഷേ ഈ പാപത്തെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. വല്ലതും പിടികിട്ടിയോ? പാപത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. ഞാനതാ മുമ്പേ പറഞ്ഞേ, രോഗം കണ്ടുപിടിച്ചു, പക്ഷേ ട്രീറ്റ് ചെയ്യാൻ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിൽക്കുന്ന ഒരു ഡോക്ടറെ പോലെ ന്യായപ്രമാണം നിന്നു. പക്ഷെ ന്യായപ്രമാണം ഇത് ട്രീറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിലും എല്ലാത്തിനും വിലക്ക് കൽപ്പിച്ചു. വിലക്ക് കൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ കാര്യങ്ങൾ അനുസരിക്കുന്നവർ മാത്രമേ ദൈവത്തിന്റെ മക്കളാകത്തുള്ളൂ. എഴുതി വെച്ചു. ഏതാ? ന്യായപ്രമാണം അനുസരിക്കുന്നവർ മാത്രമേ ദൈവത്തിന്റെ മക്കളാകത്തുള്ളൂ. അന്ന് അതിന് ശ്രമിച്ച ഒരു കൂട്ടർ യഹൂദന്മാരാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ കൂടെ പോരണം. യഹൂദന്മാരാണ്. യഹൂദന്മാർ ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, യേശു തമ്പുരാന്റെ കാലത്ത് അല്ലെങ്കിൽ പൗലോസിന്റെ കാലത്തുണ്ടായിരുന്ന പരീശന്മാർ ദൈവം തമ്പുരാൻ എഴുതി വെച്ച ന്യായപ്രമാണത്തിന് ശിഖരങ്ങൾ ഉണ്ടാക്കി. എന്താണ് മല ഇംഗ്ലീഷിൽ ബ്രാഞ്ചസ് ഉണ്ടാക്കി. അതിനെ ചെറുതാക്കി 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 ഉള്ളത് മുഴുവൻ കൊണ്ടുവന്ന് ദൈവം തമ്പുരാൻ ഹൃദയത്തിൽ പോലും ചിന്തിക്കാത്ത ന്യായപ്രമാണത്തിന്റെ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ജനത്തിന്റെ മേൽ അത് അടിച്ചേൽപ്പിച്ച അവര് ഭാരമായി കൂനി നടക്കുന്ന സമയത്താണ് യേശു തമ്പുരാൻ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന അധ്വാനിക്കുന്നവരെന്ന വിളിയല്ല വിളിച്ചത്. ഹൃദയത്തിൽ ജീവിതത്തിലേക്ക് ന്യായപ്രമാണത്തിന്റെ കൊച്ചു കൊച്ചു നിയമങ്ങൾ എഴുതി വെച്ച് അങ്ങോട്ട് നടക്കരുത്, ഇങ്ങോട്ട് നടക്കരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത് എന്ന നിയമങ്ങൾ എഴുതി വെച്ച് മനുഷ്യന്റെ നടുവൊടിക്കുന്ന, മനുഷ്യനെ കൂനിക്കുന്ന ഭാരം അവന്റെ മേൽ അടിച്ചേൽപ്പിച്ചപ്പോ യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട. ആ കൂനില്ലാത്ത ഒരു നുകം എനിക്കുണ്ട്, ഒരു കൂനില്ലാത്ത ഒരു സുവിശേഷം എനിക്കുണ്ട്, ഒരു മനുഷ്യനെയും തളർത്തിക്കളയാത്ത സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം. Glory be to God. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ന്യായപ്രമാണം എന്ന് പറഞ്ഞു, ഇനി ആർക്കെങ്കിലും കർത്താവിന്റെ സന്നിധിയിലോട്ട് വരണമെങ്കിൽ അത് യഹൂദന്മാർക്ക് മാത്രം. ആർക്ക്? യഹൂദന്മാർക്ക് മാത്രം. യഹൂദനായാൽ ദൈവത്തിങ്കിലേക്ക് പ്രവേശനം. ഇങ്ങനെ പറയുമ്പോ ഒരു ജാതിക്ക് കർത്താവിന്റെ അടുക്കലോട്ട് വരണമെങ്കിൽ യഹൂദന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രം കരങ്ങളൊന്ന് പൊക്കിയേ. യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ചവർ അല്ല. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഇവിടെ ഇരിക്കുന്ന സർവ്വരും ജാതികളായിരുന്നു. എന്റെ പാസ്റ്റർ അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കുമെന്ന് അറിയത്തില്ല, എങ്കിലും ഈ ഒരു വാസ്തവം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന പാസ്റ്റർമാരുൾപ്പെടെ, ഈ പ്രസംഗിക്കുന്ന ഷാജി ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന സർവ്വരും ന്യായപ്രമാണം നോ പറഞ്ഞ, ദൈവസന്നിധിയിലേക്ക് വരാൻ നിനക്ക് അവകാശമില്ലെന്ന് പറഞ്ഞ ആ ജാതീയ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം. എന്നാൽ യേശു തമ്പുരാൻ ആ എനിമി, ആ ശത്രുവിനെ കൈകാര്യം ചെയ്തു. ഈ കർത്താവിന്റെ, നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടോ? ഈ കർത്താവിന്റെ യുദ്ധമുറ എങ്ങനെയാണെന്നറിയാമോ? ശത്രുവിന്റെ കോട്ടയിൽ ചെന്ന് അടിക്കുകയാണ്. ശത്രുവിന്റെ കോട്ടയിൽ ചെന്ന് അടിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. അത്
കർത്താവ് ഇങ്ങനെ പുറത്ത് നിന്ന് ചെയ്യുന്ന പരിപാടിയല്ല, ശത്രുവിന്റെ കോട്ടയിലേക്ക്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ബലവാനെ പിടിച്ചു കെട്ടാതെ. ഹല്ലേലൂയ. അപ്പൊ കൊള്ള റിലീസ് ചെയ്യണമെങ്കിൽ ബലവാനെ പിടിച്ചു കെട്ടണം. ബലവാനെ പിടിച്ച് കെട്ടിയിട്ട് മാത്രമേ അവന്റെ കയ്യിലിരിക്കുന്ന കൊള്ളയെ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ബലവാനെ പിടിച്ചു കെട്ടിയത് കൊണ്ടാണ് അവൻ പിടിച്ചു വച്ചിരിക്കുന്ന കൊള്ള, അവന്റെ കൊള്ള എന്നുള്ള നിലയിൽ നിക്ഷേപമായിരുന്ന നമ്മെ റിലീസ് ചെയ്തത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതിൽ സന്തോഷിക്കണം, ദൈവത്തിന് ആരാധന കൊടുക്കണം. നിന്നെ അവൻ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, നീ അനുഭവിക്കേണ്ട നന്മകൾ, നീ അനുഭവിക്കേണ്ട തലമുറയുടെ നന്മകൾ, നിന്റെ കൂടെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്ന നിന്റെ ഭാര്യ, നിന്റെ കൂടെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കേണ്ട നിന്റെ ഭർത്താവ്, നിന്റെ കൂടെ ആരാധിക്കേണ്ട നിന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, അവരെ ബലവാൻ പിടിച്ചു വച്ചിരിക്കുമ്പോ ഇന്ന് രാത്രി വിളിച്ചു പറ, ആ ബലവാനെ പിടിച്ചു കെട്ടി ആ കൊള്ളയെ റിലീസ് ചെയ്യുന്ന ഒരു രാത്രിയോ ഈ രാത്രി തീരട്ടെ. അപ്പൊ ഈ ന്യായപ്രമാണത്തെ തോൽപ്പിക്കാൻ, ഈ ശത്രുവിനെ തോൽപ്പിക്കാൻ കർത്താവ് ചെയ്ത എന്താണെന്ന് അറിയാമോ? ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിലുണ്ട്. സമയം മുന്നോട്ട് പോകുന്നു, വായിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് 4-ന്റെ ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചു. 4:4-5. ആദിപാഠങ്ങളിൽ കീഴടിമപ്പെട്ടിരുന്നു. അല്ലല്ലോ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണേ, ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എനിക്ക് ചുമ്മാതെ സ്വോത്രം പറയിപ്പിക്കുന്ന ഇഷ്ടമല്ല. വചനം കേട്ടിട്ട് നിങ്ങൾ സ്വോത്രം പറയണം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ പ്രസംഗം പന്നലാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഈ വചനം ഹൃദയത്തിലോട്ടൊന്ന് കയറണേ. ചുമ്മാതെ അവസാനം സ്വോത്രം പറയിപ്പിച്ച് നിർത്തുന്ന പരിപാടിക്കല്ല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറയുക, എന്താ പറഞ്ഞ? കാലസമ്പൂർണത വന്നപ്പോ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി. ന്യായപ്രമാണത്തിന് കീഴിൽ എവിടെ ജനിച്ചത്? ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അടുത്തത് നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ, ശ്രദ്ധിച്ചു കേട്ടോ, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. Glory be to God. യേശു തമ്പുരാൻ ന്യായപ്രമാണത്തെ ഡിഫീറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാമോ? ആ ന്യായപ്രമാണത്തിനകത്ത് ജനിച്ചിട്ട് ന്യായപ്രമാണത്തിന് അടിമകളായിരുന്ന കെട്ടപ്പെട്ടിരുന്ന ആളുകളോട് പറഞ്ഞു, ന്യായപ്രമാണം നിവർത്തിക്കേണ്ടതൊക്കെ ഞാൻ നിവർത്തിച്ചു കഴിഞ്ഞു, നിങ്ങൾ റിലീസ് 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 ബി ഫ്രീ. സന്തോഷിക്കുമോ ഇന്ന് രാത്രി? ഹല്ലേലൂയ. അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോ എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയെന്ന്. പക്ഷേ ചില നല്ല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനല്ല. He made the captivity captive and set the captives free. He made the captivity captive എന്ന് പറഞ്ഞാൽ അവൻ ആ ബന്ധനത്തെ തന്നെ ബന്ധിച്ചു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബന്ധിക്കുന്നവനെ അവൻ ബന്ധിച്ചു. ബന്ധിക്കുന്നവനെ ബന്ധിച്ചിട്ട് ബന്ധിക്കപ്പെട്ട എല്ലാവരെയും അവൻ സ്വതന്ത്രരാക്കി. ഹല്ലേലൂയ. കർത്താവായ യേശു ഭൂമിയിൽ വരുന്നിടം വരെ ന്യായപ്രമാണം വിളിച്ചു പറഞ്ഞു, നീ ജാതിയാണോ? അങ്ങനെയാണെങ്കിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് കയറരുത്. ന്യായപ്രമാണം അനുസരിക്കുന്ന യഹൂദനോട് പറഞ്ഞു, നിനക്ക് ദൈവസന്നിധിയിൽ പ്രവേശനമില്ല, നിനക്ക് വേണ്ടി വേണമെങ്കിൽ മഹാപുരോഹിതന് കയറാം, അതും ആണ്ടിലൊരിക്കൽ. മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് അവൻ കൂടെ കൂടെ എന്റെ സന്നിധിയിൽ വരരുതെന്ന് അവനോട് പറയണം.
അതാ ആകപ്പാടെ അവിടെ ചെല്ലാൻ പെർമിഷൻ ഉള്ളത് മഹാപുരോഹിതനാ. അവനോട് പറയുക, നീ മരിക്കാതിരിക്കേണ്ടതിന് കൂടെ കൂടെ എന്റെ സന്നിധിയിൽ വരരുതെന്ന് അവനോട് പറയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ട ഒരൊറ്റ കുഞ്ഞിന് ദൈവത്തിന്റെ മുഖം കാണാൻ അവസരമില്ലാതിരുന്നപ്പോൾ ആ ന്യായപ്രമാണത്തിന്റെ നിയമത്തെ പരാജയപ്പെടുത്താൻ യേശു തമ്പുരാൻ തന്റെ ദേഹമെന്ന തിരശീല ചിന്തിയിട്ട് പറഞ്ഞു, ഈ രക്തത്താൽ കഴുകപ്പെട്ട ആരുണ്ടോ അവന്റെ ജാതി വിഷയമല്ല, അവന്റെ വർണ്ണം വിഷയമല്ല, അവന്റെ മതം വിഷയമല്ല, അവൻ പോകുന്ന എവിടുന്ന് വിഷയമല്ല, അവൻ ആണെന്ന് വിഷയമില്ല, അവൻ പെണ്ണെന്ന് വിഷയമില്ല. ഈ ശരീരത്തിലൂടെ പ്രവേശിക്കുന്നവർക്ക് അപ്പാ പിതാവേ എന്ന് വിളിച്ച് കൃപാസനത്തോടെ അടുത്ത് വരാം. ഇതൊക്കെ ഓർക്കുമ്പോ വേണം തുള്ളിച്ചാടി സ്തോത്രം ചെയ്യാൻ. മനസ്സിലായോ പറഞ്ഞേ? പൊട്ടക്കിണറ്റിൽ നിന്ന് പൊക്കുന്ന യോസഫിനെ കേൾക്കുമ്പോ മാത്രമല്ല സ്തോത്രം പറയേണ്ടത്, നിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച, ഒരിക്കൽ പോലും കടന്നു വരാൻ യോഗ്യത ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് അവന്റെ ദേഹം പിളർന്ന് അവന്റെ രക്തം ചിന്തി നിനക്ക് യോഗ്യത നൽകി തന്ന എന്റെ ദൈവത്തിനെ എത്ര മാത്രം സ്തുതിച്ചാൽ മതിയാകും. ഇതൊക്കെ അങ്ങോട്ട് വിശദീകരിച്ചു പോയാൽ എനിക്കറിയാം ഇനി തുടർന്ന് മുൻപോട്ടുള്ള സമയങ്ങൾ നമ്മൾ ഒത്തിരി ഇതിൽ നിന്ന് കേൾക്കും. രണ്ടാമത് ശത്രു പാപമാണ്, പാപത്തിൽ നിന്നുള്ള വിടുതൽ. ഞാൻ അത് കൂടുതൽ 3 സ്റ്റേജുകളൊക്കെ പറയാനായിട്ടുണ്ട്. ജസ്റ്റിഫിക്കേഷനും സാങ്ക്ടിഫിക്കേഷനും ഗ്ലോറിഫിക്കേഷനും ഒക്കെ പറയാനുണ്ട്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വി ആർ ഫ്രീ ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ തന്നിരിക്കുക. സാങ്ക്ടിഫിക്കേഷൻ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വി ആർ ഫ്രീ ഫ്രം ദ പവർ ഓഫ് സിൻ, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചിരിക്കുക. ഗ്ലോറിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വി ആർ ഫ്രീ ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ, പാപത്തിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ നമ്മെ കൊണ്ടെത്തിക്കുന്ന സ്ഥലമാ നമ്മുടെ മഹത്വീകരണത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത്. യേശു തമ്പുരാൻ നമുക്ക് ബാറ്റിൽ ചെയ്യാനുണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് പാപം, ആദമ്യ പാപം. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ യേശു തമ്പുരാൻ ചെയ്ത ഒരു കാര്യമുണ്ട്. അവൻ നമ്മെ ഓരോരുത്തരെയും എന്ത് ചെയ്തു? നീതീകരിച്ചു. ഒരിക്കല് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാരും പാപത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഇത് പെന്തിക്കോസ്തുകാരോട് എന്തിനാ പ്രസംഗിക്കുന്ന ഒരു ചിന്ത വന്നു അല്ലെ? ഒരിക്കലൊരു പെങ്കൊച്ച് രക്ഷിക്കപ്പെട്ട് സഭയെ വന്നപ്പോ പാസ്റ്റർ ചോദിച്ചു, നീ പാപിയാണോ എന്ന് ചോദിച്ചു. ആ കൊച്ചു പറഞ്ഞു, ഞാൻ ഇപ്പോഴും പാപിയാന്ന്. ഇപ്പോഴും പാപി. അങ്ങനെയാണെങ്കിൽ സഭയുടെ രജിസ്റ്ററിൽ ചേർക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ കൊച്ചൊരിക്കൽ കൂടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ മുമ്പേ പാപത്തിലേക്ക് ഓടുന്ന പാപിയായിരുന്നു, ഇപ്പൊ ഞാൻ പാപത്തിൽ നിന്ന് ഓടുന്ന പാപിയാന്ന്. വല്ലതും മനസ്സിലായി പറഞ്ഞേ? ഞാൻ നേരത്തെ പാപത്തിലേക്ക് ഓടുന്ന പാപിയായിരുന്നു, ഇപ്പോൾ ഞാൻ ആരാ? പാപത്തിൽ നിന്ന് ഓടുന്ന പാപിയാണ്. യേശു തമ്പുരാൻ നമുക്ക് നീതീകരണം തന്നപ്പോ ഞാനിങ്ങനെ ഇപ്രകാരം അതിനെ വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു വാക്കിൽ ഞാൻ ഓർപ്പിക്കാം. ഈ മുടിയനായ പുത്രനില്ലേ, മുടിയനായ പുത്രനെ സ്വീകരിച്ച കാര്യം നമുക്കറിയാമല്ലോ. പ്രസംഗം ഇഷ്ടം പോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ അപ്പൻ ഈ മുടിയനായ പുത്രനെ സ്വീകരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? തന്റെ സ്റ്റാറ്റസും ന്യായപ്രമാണത്തിന്റെ ആ നിയമങ്ങളും ഒക്കെ മറന്ന് ഓടിച്ചെന്നാണ് അവനെ കെട്ടിപ്പിടിച്ചത്. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇത്ര ധൃതി പിടിച്ച് ഓടിപ്പോകുന്ന എന്തിനാ? അപമാനം സഹിച്ച് ഓടിപ്പോകുന്ന എന്തിനാ? ഇങ്ങനെ ഓടിപ്പോയി ഒരു പുരുഷൻ സഹിച്ചുകൂടാത്ത അപമാനം സഹിച്ച് ഓടാൻ കാര്യം എന്താണെന്നറിയാമോ? അവനൊരു കാര്യം അറിയാം. അന്ന് നിന്നിരുന്ന സിസ്റ്റത്തിൽ ഇവൻ അങ്ങോട്ട് കയറി വരുന്നത് ആ വില്ലേജിൽ ആരെങ്കിലും കണ്ടാൽ, ആളുകൾ കണ്ടാൽ, അപ്പനെ തിരസ്കരിച്ചു പോയ, ഈ വില്ലേജിനെ അപമാനിച്ചു പോയ ഈ മനുഷ്യനെ പിടിച്ച് അവരുടെ പണിഷ്മെന്റ് രീതികൾ നടപ്പാക്കും. അത് വിശദീകരിക്കുന്നില്ല, നടപ്പാക്കും. അവൻ നാട്ടുകാർ പിടിച്ച് അവരുടെ ശിക്ഷ ഇവന്റെ മേൽ വിധിക്കും. ആ വിധിക്കുന്നതിന് മുമ്പേ, അവരിൽ ഒരൊറ്റ ഒരുത്തൻ കാണുന്നതിന് മുമ്പേ, എന്റെ മോനെ എനിക്ക് പോയി സ്വീകരിക്കണം, അവനെ എനിക്ക് കെട്ടിപ്പിടിക്കണം. അപ്പൻ അതുകൊണ്ട് അപമാനം സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് അവൻ ഓടുക. ആ മകനെ കയറി മുറുകെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോ
അവന്റെ പാപം നോക്കിയില്ല, അവന്റെ ശരീരത്തിന്റെ സ്മെല്ല് നോക്കിയില്ല, അവന്റെ അഴുക്ക് നോക്കിയില്ല, അവനിട്ട വസ്ത്രം നോക്കിയില്ല. ശത്രുവിനെ അവനെ വിട്ടുകൊടുക്കരുതെന്ന് തീരുമാനിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചൊരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, ദൈവം തിരഞ്ഞെടുത്തവനെ ആര് കുറ്റം വിധിക്കും? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സഹോദര സഹോദരി, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായതുകൊണ്ട് ലോകത്തിലെ ഒരു ശത്രുവിനും നിന്നെ കുറ്റം വിധിക്കാൻ പറ്റില്ല. നീതീകരിക്കുന്നവൻ ദൈവം. ഇന്ന് ഞാനിവിടെ നിൽക്കാൻ കാര്യം ആ ഒരു കെട്ടിപ്പിടുത്തം ഞാൻ അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളർന്ന പാരമ്പര്യം കൊണ്ടല്ല സഹോദര, ഞാൻ പഠിച്ച തിയോളജി കൊണ്ടല്ല. ഇന്ന് ഇവിടെ നിന്ന് ദൈവത്തിന്റെ വചനം ഞാൻ വിളിച്ചു പറയാൻ എന്നെ യോഗ്യനാക്കിയത് ആ ചുംബനം ഞാൻ അനുഭവിച്ചു. എന്റെ യോഗ്യത നോക്കാതെ എന്നെ കെട്ടിപ്പിടിച്ച ഒരു സ്നേഹമുണ്ട്. പാപത്തെ പരാജയപ്പെടുത്തിയ ഒരു സ്നേഹമുണ്ട്. പാപത്തിൽ നിന്ന് വിടുവിച്ച ഒരു സ്നേഹമുണ്ട്. Glory be to God. അടുത്ത് എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ മറ്റെല്ലാ ഭാഗവും വിട്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞ ആ ഭാഗത്തേക്കൊന്ന് വരാൻ ആഗ്രഹിക്കുക. അപ്പൊ ന്യായപ്രമാണം, പാപം, ഫ്ലഷ്, ഡെത്ത്, ഇതൊക്കെ ഉണ്ട്. ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഒരു സർക്കംസ്റ്റാൻസസിനും നമ്മെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ഭൂമിയിൽ രോഗമുണ്ടെങ്കിൽ അതിന് നമ്മെ തകർക്കാൻ പറ്റില്ല. ഭൂമിയിൽ പീഡനമുണ്ടെങ്കിൽ അതിന് തകർക്കാൻ പറ്റില്ല. ഭൂമിയിൽ ഭീഷണി ഉണ്ടെങ്കിൽ തകർക്കാൻ പറ്റില്ല. ഭൂമിയിലുള്ളതിന് പറ്റില്ല, ഉയരത്തിലുള്ളതിന് പറ്റില്ല. കാരണം കർത്താവിന്റെ തിരഞ്ഞെടുപ്പ് അത്ര വലിയ തിരഞ്ഞെടുപ്പായിരുന്നു. നമ്മൾ അവന്റെ നിക്ഷേപമാകിയാൽ. പൗലോസ് അപ്പോസ്തലൻ അതിനെ വിളിക്കുന്ന എന്താണെന്നറിയോ? ഈ പുറത്ത് നിന്നുള്ളതല്ല. 2 കൊരിന്ത്യർ 4-7 പറഞ്ഞിട്ടുണ്ട്, ഈ അത്യന്ത ശക്തി. സഭ ഒരുമിച്ച് ഞാൻ മെസ്സേജ് അവസാനിപ്പിക്കാൻ പോവുക. എല്ലാ ദൈവമക്കളും ചേർന്നെന്ന് പറഞ്ഞേ, ഈ അത്യന്ത ശക്തി ഹല്ലേലൂയ ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുമ്പോ ഇങ്ങനൊരു വാചകം പറയുന്നുണ്ട്, ഞങ്ങൾ നാനാവിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും സങ്കടപ്പെടുന്നില്ല. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് വി ആർ ഹാർഡ് പ്രസ്ഡ് ഫ്രം എവറി സൈഡ് ബട്ട് നോട്ട് ക്രഷ്ഡ് എന്ന. വി ആർ ഹാർഡ് പ്രസ്ഡ് ഫ്രം എവറി സൈഡ് ബട്ട് നോട്ട് ക്രഷ്ഡ്. 4 സൈഡിൽ നിന്നും ഞങ്ങളെ പിടിച്ചങ്ങ് ഞെരുക്കുക. ഒന്ന് ഓർത്തോണം, എന്തിനാ ഞെരുക്കുന്നേ? പറഞ്ഞേ, മൺപാത്രത്തെ വീട്ടിൽ ചെന്നൊരു മൺപാത്രം എടുത്ത് 4 സൈഡിൽ നിന്നും കൂടെ ഒന്ന് ഞെക്കി നോക്ക്. നല്ല ബലം കൊടുത്തു നോക്ക്, തവിട് പൊടിയാകും. പക്ഷെ ഈ മൺപാത്രം 4 സൈഡിൽ നിന്ന് കഷ്ടത വന്നിട്ടും, പരിഹാസം വന്നിട്ടും, നിന്ന വന്നിട്ടും, രോഗം വന്നിട്ടും, സങ്കടം വന്നിട്ടും, പട്ടിണി വന്നിട്ടും, ഉപദ്രവം വന്നിട്ടും തകർന്നു പോയിട്ടില്ല. അതിന്റെ കാരണം പുറത്തുള്ള ശക്തിയെ അതിജീവിക്കുന്ന ഒരു ശക്തി ക്രിസ്തുവിലൂടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന തേജസ്സുള്ള സുവിശേഷത്തിന്റെ ശക്തി, നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന തേജസ്സുള്ള സുവിശേഷത്തിന്റെ ശക്തി, അതായത് കാൽവറി ക്രൂശിൽ ജയം കൊണ്ട യേശുവിന്റെ ശക്തി തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റില്ല. ഏത് ശക്തി വന്നാലും ഞാനും നിങ്ങളും തവിട് പൊടിയാകില്ല. പകരം അകത്തുള്ള ശക്തി അതിനെ ചേർത്ത് നിന്നുകൊണ്ട് അതിജീവിക്കാൻ സഹായിക്കുന്ന ശക്തിയാ. ഒരു നിമിഷം ദൈവത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? 1-2 വരി എന്നോട് ചേർന്ന് പാടണം. ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. രക്തം കൊണ്ടും മുദ്രയിടപ്പെട്ട ജനം, മുഹൂർത്തം കൊണ്ടും കാഹളങ്ങൾ ചേർന്ന് പാടാമോ? വിശ്വസിക്കുന്നെങ്കിൽ ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ, ജയം ജയം
യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും ഓ യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും ഓ തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുൻപിലായി തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുൻപിലായി നായകനായുള്ള ദീന ജയം നിശ്ചയം നായകനായുള്ള ദീന
ഹല്ലേലൂയ. കാൽവറി ക്രൂശിൽ തോൽപ്പിച്ചവനായ ക്രിസ്തു തന്നെ അവന്റെ അത്യന്ത ശക്തി ഉള്ളിൽ പകർന്നു തന്ന് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളെയും ജയിക്കുവാൻ ഹല്ലേലൂയ. സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ. ക്രിസ്തു യേശുവിൽ പൂർണ്ണ ജയാളികളായി നാം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തിലും ജയാളികളായി നിൽപ്പാൻ എല്ലാ കൃപയും കർത്താവ് നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും